ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ വീഡിയോ ചിക്കൻ മന്തിയുടെ റെസിപ്പി ആട്ടോ. നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തി. പിന്നെ ഇതിൽ കുഴിയും ഇല്ല, കുക്കറും ഇല്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പാത്രം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് മന്തി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബെല്ലൈക്കൺ ഇപ്പുറം തെളിഞ്ഞു വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം സ്കിന്നുള്ള ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. 2 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മന്തിക്ക് നമ്മളെപ്പോഴും എടുക്കുമ്പം സ്കിന്നുള്ള ചിക്കൻ തന്നെയാണ് എടുക്കുക. നമ്മളിപ്പോൾ സ്കിന്നോട് കൂടിയൊക്കെ എടുത്തതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പും വിനെഗറും ചേർത്തിട്ടുണ്ട്. അതിലാണ് ഈ ചിക്കൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഇതിൽ കിടക്കട്ടെ. നമ്മൾ ആ ചിക്കന് ഇടുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള റൈസാണിത്. ഞാൻ ഗ്രീൻ ഫാമിൻ്റെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികം സെല്ല റൈസ് തന്നെയാണ് എടുക്കാറുള്ളത്. പിന്നെ സെല്ല റൈസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം ബസ്മതി റൈസ് എടുത്താൽ മതി. സെല്ല റൈസ് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു അരമണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. കുറച്ചധികം തന്നെ വെള്ളം ആഡ് ചെയ്തിട്ട് കുതിർത്തിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി മന്തിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഈ ഒലിവ് ഓയിലിന് പകരം ബട്ടർ എടുത്താലും മതി. അപ്പോൾ ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഒരു ചെറിയ പീസ് പട്ട ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഹോൾ പെപ്പറാണ് എടുത്തിട്ടുള്ളത്, കുരുമുളക്, പിന്നെ 5 ഏലക്ക, 5 ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സവാളയൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരച്ചെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ചെറിയൊരു ടിന്നിൽ. അത് ചേർത്താലും മതി. അടുത്തതായിട്ട് ഇതിലേക്ക് അറബിക് മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുണ്ടാക്കുന്നത് ഞാനൊരു കബ്സയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്നുണ്ട് എന്തായാലും. അപ്പോൾ 2 ടീസ്പൂണോളം ആ മസാല പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ 1 ക്യൂബാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് പുറത്ത് കടകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഈ ചൂട് കൊണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കോളും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്കും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സ്കിന്നൊന്നും വിട്ടു പോകരുത്. നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് റൈസിന് നമുക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. അപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ നമ്മൾ കംപ്ലീറ്റ് ഇതിൽ വേവിച്ചെടുക്കുന്നില്ല, നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു മണവും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചിക്കൻ ഈ ഒരു വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ ചിക്കൻ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, നമ്മൾ 1 കപ്പ് മാത്രമേ ആദ്യം ചേർത്തിട്ടുള്ളൂ, ബാക്കി 3 കപ്പ് ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചെറുതായിട്ട് തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മന്തി കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചണമെന്നറിയില്ല, അതിൽ ഉള്ളി തക്കാളി അങ്ങനത്തെ മസാലകളൊന്നും ഉണ്ടാവില്ല. പ്ലെയിൻ ആയിട്ടുള്ള നല്ല ഫ്ലേവർ ആയിട്ടുള്ള റൈസാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മസാലകളൊന്നും നമുക്ക് ഇതിലേക്ക് വേണ്ട. ഉള്ളിയും തക്കാളിയൊക്കെ എടുത്ത് മാറ്റാം. സ്പൈസസ് വേണമെങ്കിൽ വെച്ചോളൂ, ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന സമയത്ത് വായിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട്.
ഞാനിതിലേക്ക് ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം അടച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച റൈസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി ഡ്രൈൻ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് റൈസ് ആട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് റൈസ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് ചിക്കന് വേണ്ടിയിട്ട് പുരട്ടാനുള്ള മാരിനേഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം അറബിക് മസാല പൗഡറാണ് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ചിക്കനിൽ ഉപ്പ് കയറിയിട്ടുണ്ടാവും, എന്നാലും കുറച്ച് ഉപ്പ് വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ലിക്വിഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്, റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് സാഫ്രോൺ ആണ്. ഞാനിപ്പോൾ സാഫ്രോൺ 1 മണിക്കൂർ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ഒരു കളറൊക്കെ കിട്ടും. പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് സാഫ്രോൺ ചേർക്കുമ്പം. അപ്പോൾ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത്, ചേർക്കാൻ നോക്കുക. അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിത് റൈസിലേക്കും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. സത്യമായിട്ടും പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ സാഫ്രോൺ ചേർത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ചിക്കനിൽ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കോരി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലക്കൂട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേവിക്കാൻ വെച്ച റൈസ് ഒന്ന് നോക്കണം. അപ്പോൾ അതൊരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്, ഇനിയും വെള്ളം വറ്റാനുണ്ട്. ഞാനിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് അധികം ഉണ്ടാവാനും പാടില്ല, പക്ഷേ പച്ചമുളക് ഇതിലേക്ക് ചേർക്കുകയും വേണം, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മൂവനോടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്, ബട്ടർ ചേർത്താലും മതിയേ. അപ്പോൾ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ ആദ്യം നമുക്ക് കുറച്ച് റൈസൻസ് ഒന്ന് വറുത്ത് കോരണം, ഉണക്കമുന്തിരി. ഇത് റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റാം. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് 2 ഭാഗവും ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടൊന്നുമില്ല, ഇതിൽ കിടന്നിട്ടും കൂടിയാണ് നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതും കൂടിയുണ്ട് ഞാൻ. നമ്മളിതിപ്പോൾ ഗ്രില്ലിലൊന്നല്ലല്ലോ ചെയ്യുന്നത്, പിന്നെ സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. സ്കിന്ന് മൊരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഉൾഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യില്ല. പിന്നെ ആ ഒരു വെന്തെന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കളറാക്കി എടുക്കുന്നുണ്ട്. ഇത് പുറത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. സ്കിന്ന് മാത്രമേ ഇങ്ങനെ കറുത്ത് കളറായിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മാറ്റാണ്. നമ്മുടെ ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ റൈസിനൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലിൽ ഒരു 1/2 ടീസ്പൂൺ അത്രേ എടുത്തിട്ടുള്ളൂ, ലിക്വിഡ് ഫുഡ് കളർ തന്നെ യെല്ലോ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് മാത്രമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടല്ലോ സാഫ്രോൺ, അതാണ് ചേർക്കുന്നത്. അതിൽ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്, 1 ഡ്രോപ്പ് അത്രേ ചേർത്തിട്ടുള്ളൂ. അതൊരു ഭാഗത്ത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമ്മുടെ റൈസ് അങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടില്ല. ആ യെല്ലോ കളർ ആ സൈഡിലും റെഡ് കളർ ഈ സൈഡിലും, അങ്ങനെ മാത്രമേ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ആ ഒരു കളർ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂട്ടി പരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അത് 2 സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ നടുവിലാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈസ് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മന്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ് ചാർക്കോൾ കത്തിക്കുന്നത്. ആ ഒരു സ്മോക്കി സ്മെല്ല് നമ്മുടെ റൈസിന് കിട്ടുമ്പോൾ നമ്മുടെ മന്തിയുടെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ചെറിയ പീസ് ചാർക്കോൾ ഞാൻ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലോണം സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു ലിഡിന് ചെറിയൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്, സ്മോക്ക് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റാണ് വെക്കുന്നത്, ആ സ്മോക്കി സ്മെല്ല് നമ്മുടെ റൈസിനും ചിക്കനിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ഇതാ നമ്മുടെ മന്തി പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ബൗളെടുത്ത് മാറ്റാം. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യം ഞാൻ ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പറയുന്നത്.
അപ്പോൾ ചിക്കൻ എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ രണ്ട് കളറായി കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലേക്കായിട്ടേ മിക്സ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം ഒന്നും ഒട്ടിപ്പിടിക്കുന്നു ഒന്നുമില്ല, തനിയെ തന്നെ കിടക്കുകയാണ്. ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇത് സെർവ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ റൈസ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ റൈസിൻസ്, അത് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മന്തിക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ലേ ഒരു സോസ്, സലാത്ത ഹെറ, അതായത് ടൊമാറ്റോ സാൽസ, അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. കാണാനും നല്ല മുഞ്ചുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്